ഓറഞ്ച് കാലമല്ലേ, ഈ ക്രിസ്മസിനൊരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ? ബട്ടർ ചേർത്തൊരു അടിപൊളി ഓറഞ്ച് കേക്കിന് റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ഓരോ ലെയറുകളും ഷുഗർ വാട്ടർ കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഈ ഷുഗർ വാട്ടറിൽ ഈ കേക്കിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ഉണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടി ഈ ഷുഗർ വാട്ടറിലേക്ക് എടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ ലെയറുകളും വളരെ ടേസ്റ്റി ഉള്ളതാക്കി ഫില്ല് ചെയ്തെടുക്കുന്നത്, വെറ്റ് ചെയ്തെടുക്കുന്നത്. ഓരോ ലെയറുകളും നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം കൊടുത്ത് ആ സ്പെഷ്യൽ ഫില്ലിങ്ങും കൂടെ ഓരോ ലെയറുകൾക്കിടയിലും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫില്ലിങ്. 4 ഓറഞ്ച് തൊലി പൊളിച്ചെടുത്തിട്ട് ഓരോ അല്ലികളിലെ കുരുവും നാരും ആ പുറം തൊലിയെല്ലാം മാറ്റി അത് അല്ലികളായി അടർത്തിയെടുത്തതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ചേർക്കാത്ത ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് ചെറുതീയിൽ നന്നായി കൈയെടുക്കാതെ ഇളക്കി വറ്റിച്ചെടുക്കുന്നതാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ഫില്ലിങ്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. നമുക്ക് വേണേൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം. അത്രയ്ക്ക് ടേസ്റ്റിയുള്ളൊരു ഫില്ലിങ്ങാണിത്. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയെടുത്ത ഫില്ലിങ്ങാണ് ഓരോ ലെയറുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അന്ന് 5 കേക്ക് റെഡിയാക്കി എടുക്കാനുണ്ടായിരുന്നതുകൊണ്ട് എല്ലാം ക്രംകൂട്ട് കൊടുത്തു. എല്ലാം ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം പിറ്റേന്നാണ് ഡെക്കറേഷൻ ഓരോ കേക്കിൻ്റെയും കൊടുക്കാൻ തുടങ്ങിയത്. ക്രിസ്മസ് കാലമായതുകൊണ്ട് ഒരു ക്രിസ്മസ് തീം കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഗ്രീൻ കളർ ക്രീമിൽ ചേർത്ത് നോസിൽ വർക്ക് കൊടുത്ത് അങ്ങനെ ഗ്രീൻ കളർ കൊണ്ട് ഈസി ആയിട്ടുള്ളൊരു വർക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് സിൽവർ ബോൾസും ഫോണ്ടൻ്റ് കൊണ്ട് യെല്ലോയും പിങ്കും കളറിലുള്ള ചെറിയ ബോൾസും കൂടെ കൊടുത്ത് അങ്ങനെ നല്ല സൂപ്പർ ഈസി ആയിട്ടുള്ളൊരു ഡെക്കറേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു ഓറഞ്ച് കേക്ക് കൊണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു ലീഫിൻ്റെ വർക്കാണ് കൊടുത്തതിന് ഗ്രീൻ കളറിൽ. പിന്നെ ഒരു റെഡും കൂടെ കൊടുത്തു. അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു വർക്കൊക്കെ ചെയ്തു. നല്ല അടിപൊളി ഡിസൈനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ്. ഫൈനൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനും കൂടിയാണ്. അങ്ങനെ 2 കേക്കുകൾ, ഓറഞ്ച് കേക്കുകൾ 2 റെഡിയാക്കിയെടുത്തു. ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ. ഇതിൻ്റെ ടോപ്പിലിന് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് 2 കേക്ക് ഓറഞ്ച് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു മെറി ക്രിസ്മസിൻ്റെ ടോപ്പറും കൂടെ വെച്ചു. അങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ ഈ ഫില്ലിങ് കൊടുത്തപ്പം? അതോ ഫില്ലിംഗ് ഇല്ലാത്ത ഈ ഡിസൈനാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? പിന്നെ ഇത് ആദ്യമേ റെഡിയാക്കി എടുത്താണ്, അതിൻ്റെ മുകളിൽ ഒഴിച്ചു. ഇത് 2 കിലോയുടെ ഒരു ഓറഞ്ച് കേക്ക് തന്നെയാണ്, സ്കൂളിലേക്ക് ടീച്ചേഴ്സിൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്തതാണ്. ഇത് വാഞ്ചോയാണ്. ഒരു ബട്ടർ സ്കോച്ചും പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കും ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കേക്കിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈസിയും സിമ്പിളുമായിട്ടുള്ള ഡിസൈൻ അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഒന്ന് പറയണേ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.